ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ പങ്ങാരപ്പള്ളി ദേശം ബ്രോഷർ പ്രകാശനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ നിർവഹിച്ചു. ജനപ്രതിനിധികളും പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായുള്ള പങ്ങാരപ്പള്ളി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം പ്രമുഖ വ്യവസായിയും കല്യാൺ സിൽക്സ് ചെയർമാനുമായ TS പട്ടാഭിരാമൻ നിർവഹിച്ചു. ഓരോ വേലയെ പറ്റി വളരെയധികം ചോദിച്ചിട്ടുണ്ടെങ്കിലും എത്താറില്ല. ഇത് തന്നെ ശ്രീ വിനോദ് നമ്പ്യാർ 3 വഴിക്ക് എന്നെ പ്രസ് ചെയ്തു. ആദ്യം പറഞ്ഞു ഞാൻ എന്തെങ്കിലും സാധാരണ 1-2 പ്രാവശ്യം ഒഴിവായ വഴിക്കൊക്കെ പോകും. ഇത് പല രീതിയിലും എന്നെ വരിഞ്ഞു കെട്ടിയെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ വന്നപ്പോൾ വന്നില്ലെങ്കിൽ ഒരു നഷ്ടമായി തോന്നുക. അത്രയധികം പുരാതനമായ ക്ഷേത്രം, നല്ലൊരു അന്തരീക്ഷം, മാത്രമല്ല ധാരാളം ഭക്തജനങ്ങൾ. ഈ മാർച്ച് 28 വേലയുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ നിങ്ങളിൽ എല്ലാവരും ആ ഉത്സാഹം കാണാം. അതൊരു വലിയൊരു ശക്തി തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യമായിരിക്കും, സംശയമൊന്നുമില്ല. എന്തായാലും ഞാൻ ആലോചിക്കുന്നത് മാർച്ച് 28 ഞാൻ തൃശ്ശൂർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് വളരെ സന്തോഷം വരുന്നൊരു കാര്യം, കേരളത്തിലെ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും വളരെ നല്ല രീതിയിലേക്ക് പുനരുദ്ധാരണം ചെയ്തു വരികയാണ്. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ ആഘോഷങ്ങളോടൊപ്പം തന്നെ ഡെയിലി അമ്പലങ്ങളിലത്തെ പൂജയും നിത്യനിവേദ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് നടക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അതിനും ഈ കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. അന്തിമഹാകാളൻകാവിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചേലക്കര MLA UR പ്രദീപ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പക്ഷേ ഈ നോട്ടീസിനകത്തും ഒരു മത്സരമുണ്ട്. വിവിധ ദേശ കമ്മിറ്റികളുടെ ഒരു മത്സരമുണ്ട്. ആരുടെയാണ് നന്നായി ഇനി നാളെ വരുന്നുണ്ട് വേറെ ദേശ കമ്മിറ്റികൾ. അപ്പോൾ എന്തായാലും നമ്മുടെ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. മാർച്ച് 28 ഏകദേശം ഇന്ന് മുതൽ കണക്കാണെങ്കിൽ 71 ദിവസവും, നാളെ മുതൽ കണക്കാക്കി ഒരു 70 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനുള്ളിൽ ഒട്ടേറെ കാര്യങ്ങൾ വേലയുമായി ബന്ധപ്പെട്ട് ദേശ കമ്മിറ്റിക്കാർക്കും വേല കമ്മിറ്റിക്കാർക്കുമെല്ലാം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സ്വാമിയോട് ചോദിച്ചു, വലിയ വേലയാണോ ആന ഇവിടെ നിൽക്കുന്നത്? യഥാർത്ഥത്തിൽ ആനയല്ല ഇവിടെ കാളയാണ്. പക്ഷെ ഇവിടെ കാളൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ നിന്ന് കണ്ടത്. യഥാർത്ഥത്തിൽ വേലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കഴിഞ്ഞ കൊല്ലമാണ് മനസ്സറിഞ്ഞ് നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. പ്രാർത്ഥിക്കുക. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് തുടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷം ഇവിടെ വന്ന് ചുറ്റുവിളക്ക് കഴിച്ചിട്ടാണ് ഞാൻ മറ്റു പരിപാടികൾക്ക് പോയത്. അത്രയധികം മനസ്സ് കൊണ്ടു നടക്കുന്ന ദൈവമാണ് അന്തിമഹാകാളൻ. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം, വേല എന്ന് പറഞ്ഞ ഈ നാടിൻ്റെ ആവേശമാണ്. ജാതി മത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു നാട് ഏറ്റുപിടിക്കുന്നതാണ് ആ വേല. പങ്ങാരപ്പള്ളി ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ഷിബിൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെറുതെ ഒരു നോട്ടീസ് ചെന്ന് പ്രകാശനം ചെയ്ത് വേല ചടങ്ങിലേക്ക് കടക്കുന്നതല്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തോന്നിയപ്പോൾ കൂടുതൽ പേരും പറഞ്ഞതാണ്. വേല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വേല ചടങ്ങുകളുണ്ട്. ഇതിനായിട്ട് ബന്ധപ്പെട്ട്
ഒരുപാട് വേല അടിയന്തര ചുമതലക്കാർ, ഇവരെ എല്ലാവരെയും ഒന്ന് ആദരിച്ചുകൊണ്ട് അവരുടെ എല്ലാം സമ്മതം മേടിച്ചുകൊണ്ട് അനുഗ്രഹം മേടിച്ചുകൊണ്ട് ഇത്രയും മഹത് വ്യക്തിത്വങ്ങളെ എല്ലാവരെയും മുൻനിർത്തി ഈ അന്തിമാളിൻ്റെ ഭഗവതിയുടെ ഈ തിരുസന്നിധിയിലിരുന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ വേലയുടെ ഒരുക്കങ്ങൾ തുടങ്ങണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ലേഖകണ്ഠനായിട്ടുള്ള തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിബേഷ്, ഡോക്ടർ സതീഷ് പരമേശ്വരൻ, വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ പി.കെ, ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി പരമേശ്വരൻ മാസ്റ്റർ, പങ്ങാരപ്പള്ളി ദേശവേല കമ്മിറ്റി കൺവീനർ വിനോദ് നമ്പ്യാർ, സെക്രട്ടറി പ്രമോദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വേല അടിയന്തര ചുമതലക്കാരെ പ്രത്യേകം ആദരിക്കുകയും ചെയ്തു.